നമസ്തേ. യോഗസിദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പൈൽസ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരെ ഈ രോഗം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഏതാനും യോഗ വ്യായാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നുള്ള എല്ലാ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് ചെയ്തു നോക്കാം. എപ്പോഴും നമ്മുടെ രോഗത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് വേണം. കൂടുതൽ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം ചെയ്യുക. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ അഡ്വൈസോടു കൂടി മാത്രം ചെയ്യാം. എന്നാലും ചെറിയ രീതിയിൽ പൈൽസ് പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഈ വ്യായാമങ്ങൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാം. അവരിൽ കാണപ്പെടുന്ന കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലവും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു യോഗ വ്യായാമത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ സഹായിക്കുന്ന എല്ലാവർക്കും ലളിതമായി ചെയ്യാവുന്ന കുറച്ച് യോഗ വ്യായാമങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. എപ്പോഴും നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും ഭക്ഷണശേഷം അല്ലെങ്കിൽ യോഗ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വജ്രാസനത്തിൽ ഇരുന്ന് തന്നെ കൊണ്ടുതന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ആംഗിളിൽ തന്നെ ബട്ടക്സ് വെക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഡൈജഷൻ രീതിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം വരാത്ത സഹായിക്കാൻ, ഡൈജഷൻ ഈസി ആക്കാനൊക്കെ നമ്മൾ ഈ വജ്രാസനം സഹായിക്കാറുണ്ട്. കാലുകൾ മുട്ടുമടക്കി കാലുകളുടെ ആംഗിളിൽ ബട്ടക്സ് വെച്ച് കൈകളിതാ കാലുകളുടെ തുടയിൽ വെച്ച് ശരീരം നിവർന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ നോർമൽ ശ്വാസഗതിയിൽ തന്നെ നിൽക്കുക. ഒരിക്കലും നമ്മുടെ പുറം നട്ടെല്ല് കഴുത്തൊക്കെ കുനിയാതെ തന്നെ നിവർന്ന് തന്നെ നിൽക്കട്ടെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ശശാങ്കാസന, ബാലാസന എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ വജ്രാസനം ഇരുന്നുകൊണ്ട് നമ്മുടെ കൈകൾ മുന്നിലേക്ക് തള്ളി വെച്ചുകൊണ്ട് നമുക്ക് ഒരല്പസമയം കിടക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൈൽസ് രോഗമുള്ളവര് എപ്പോഴും ഈ മലദ്വാരത്തിന്റെ മസിലുകളുടെ കൺട്രാക്ഷൻ, അതായത് സ്ക്വീസ് ചെയ്യാനും റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എന്ത് വ്യായാമം ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗം ഒന്നിങ്ങനെ ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ജസ്റ്റ് ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കലും ശക്തി പ്രയോഗിച്ചിട്ടല്ല. സാധാരണ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അകത്തേക്കൊന്ന് സ്ക്വീസ് ചെയ്യുക, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾ എത്ര സമയമാണോ യോഗ പോസിൽ നിൽക്കുന്നത് അത്രയും സമയം ഇത് നമ്മൾ അശ്വനി മുദ്ര എന്നാണ് പറയുക. മലദ്വാരത്തിന്റെ അല്ലെങ്കിൽ എയ്നൽ പോർഷൻ നമ്മുടെ ഈ മൂല ഭാഗത്ത് ഉള്ളിലേക്കൊന്ന് വലിക്കുകയും പുറത്തേക്കൊന്നിങ്ങനെ തള്ളി കൊടുക്കുക. സ്ക്വീസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ആ രീതിയിൽ ശ്രമിക്കുക. അപ്പൊ നമ്മൾ വജ്രാസനയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ മലഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സ്ക്യൂസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുക. ജസ്റ്റ് ഇതാ നമ്മൾ കയറ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ശശാങ്കാസനയിൽ മുന്നോട്ട് ആഞ്ഞു നിൽക്കുമ്പോഴും ഇതാ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോഴും ഈ മലദ്വാരത്തിന്റെ ഭാഗം ഒന്നിങ്ങനെ നന്നായിട്ട് പുറത്തേക്കും അകത്തേക്കും ഇങ്ങനെ തള്ളി കൊടുക്കുകയും വലിക്കുകയും ചെയ്യുക. ഉള്ളിലേക്ക് വലിക്കുക, അതുപോലെ പുറത്തേക്ക് തള്ളുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് തള്ളുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് തള്ളുക. അപ്പൊ നിങ്ങൾക്ക് അതൊരു എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്ന് ഒരു 10-15 പ്രാവശ്യം ഓരോ പോസിൽ നിങ്ങൾക്ക് ഈ ഏനൽ പോർഷൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ സ്ക്യൂസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. നമ്മളിനി അതിനുശേഷം ചെയ്യാൻ പോകുന്നത് കിടന്നുകൊണ്ട് പവനമുക്താസനം. പവനമുക്താസനം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മലർന്ന് കിടക്കാം. മലർന്ന് കിടന്നുകൊണ്ട് നമ്മുടെ ആദ്യം നമുക്ക് ഒരു കാലിങ്ങനെ മടക്കി ശ്വാസം എടുത്തിട്ട് നമ്മളെ മുട്ട് വലതുകാലം മുട്ട് മടക്കി നമ്മുടെ വയറിലേക്ക് അല്ലെങ്കിൽ ചെസ്റ്റ് ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നന്നായി ഇങ്ങനെ അമർത്തി വെക്കുക. ഈ സമയത്തും നമ്മുടെ ഏനൽ പോർഷൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇടത് കാല് നന്നായിട്ട് മടക്കി വയറിലേക്ക് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക. അശ്വനി മുദ്ര, അതായത് ഹൈനൽ പോർഷൻ മലദ്വാരം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നിങ്ങൾക്കതൊരു 5-10 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം. എന്നിട്ട് കാലുകൾ അയച്ചു കൊടുക്കുക. അടുത്ത് നമ്മൾ 2 കാലുകളും കൂടി നമ്മൾ സാധാരണ രീതിയിൽ പവനമുക്താസനം എന്ന് പറയുമ്പോൾ നമ്മൾ ശിരസ് ഇങ്ങനെ ഉയർത്തി കാലിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കും. അത് ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ ഈ പ്രഷർ കുറച്ചും കൂടി ഏനൽ പോർഷനിലൂടെ കുറച്ചുകൂടി പ്രഷർ വരും. അത് ചിലപ്പോൾ ബ്ലീഡിങ്ങിലേക്കൊക്കെ ഒരു സാധ്യത വരും. അതുകൊണ്ട് ഒരിക്കലും ശിരസ് ഉയർത്തി ചെയ്യേണ്ട ആവശ്യമില്ല. കാലിൽ ജസ്റ്റ് മടക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വയറിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഗ്യാസ് ഒക്കെ പുറത്തു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഏനൽ പോർഷൻ നമ്മൾ കൺട്രാക്ട് ചെയ്യുക.
റിലാക്സ് ചെയ്യുക. നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക എന്നുള്ള രീതിയിൽ 5 10 പ്രാവശ്യം ഇതും ആവർത്തിച്ച് ചെയ്യുക. അതിനുശേഷം കാലുകൾ അയച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലുകളും എന്ത് ചെയ്യുന്ന വെച്ചാൽ പതുക്കെ കൈകൾ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും കമിഴ്ത്തി വെച്ചു കൊടുക്കുക. കാലിന്റെ തുടകളോട് ചേർന്ന് തന്നെ നിൽക്കട്ടെ. എന്നിരുന്നാ കാലുകൾ രണ്ടും ഒരുമിച്ച് പറ്റുന്നത് പോലെ 90 ഡിഗ്രിയെങ്കിലും ഉയർത്താൻ ശ്രമിക്കുക. എന്നിട്ട് കാലുകൾ നന്നായിട്ട് വലിച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് തന്നെ നിൽക്കുക. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഈ മലദ്വാരം ഇതുപോലെ ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. സ്ക്യൂസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു 5 10 പ്രാവശ്യം ഇതേ പോസിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. ശ്വാസം സാധാരണ രീതിയിൽ തന്നെയാണ്, അതായത് നമ്മൾ സ്ക്യൂസ് ചെയ്യും റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസഗതി എങ്ങനെയാണോ അതേ ശ്വാസഗതിയിൽ തന്നെ ഈ പോസിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് വേണമെങ്കിൽ കാലൊരൽപ്പം കൂടി ചെരിച്ചു വെച്ച് നമ്മുടെ ഇവിടെ ഈ വയറുഭാഗം അല്ലെങ്കിൽ ഈ അരക്കെട്ടിന്റെ ഭാഗം ഒന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് ഉയർത്തിയിട്ട് കാലുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ചു വെക്കാം. വിപരീത കരണി എന്ന് പറയും. ഇവിടെയും തന്നെ നമ്മുടെ മലദ്വാരം ഒന്ന് അയച്ചാനും റിലാക്സ് ചെയ്യുക. ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. ഇത് 5 10 പ്രാവശ്യം ചെയ്യാം. നിങ്ങൾക്ക് ഇത് കഴിയുന്നവർ മാത്രം കുറച്ച് മറ്റേ രീതിയിൽ നമ്മളിവിടെ അമർത്തി വെച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചുകൂടി കൈ ഒന്നിങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈകളുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇതേ ആക്ഷൻ തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഭുജംഗാസന. ഭുജംഗാസനത കമിഴ്ന്ന് കിടക്കുന്നു. കമിഴ്ന്ന് കിടന്നിട്ട് കൈകൾ നമ്മുടെ താടി തറയിൽ തന്നെ വെക്കുക, ടച്ച് ചെയ്ത് വെക്കുക. കാലുകൾ നന്നായിട്ട് പാദം ചേർന്ന് നിൽക്കട്ടെ, കാലുകൾ വലിഞ്ഞു തന്നെ നിൽക്കട്ടെ. അതിനുശേഷം കാലുകൾ നന്നായിട്ട് വലിച്ചു വയ്ക്കുക. കൈകൾ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ചേർത്ത് കൈ മുട്ട് ശരീരത്തിനോട് ചേർന്ന് തന്നെ നിൽക്കട്ടെ. കൈകൾ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് തന്നെ നിൽക്കട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ശിരസ് ഉയർത്തിയിട്ട് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ സാധാരണ ശ്വാസഗതിയിൽ തന്നെ ഏനൽ പോർഷൻ മലദ്വാരം സ്ക്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക. നമ്മുടെ ശ്രദ്ധ അവിടെ മാത്രമായിരിക്കണം. ഏനൽ പോർഷൻ സ്ക്യൂസ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതും നമുക്കൊരു 5 10 പ്രാവശ്യം ചെയ്യാം. കൈകൾ ശരീരത്തിനോട് ചേർത്ത് ശിരസ്സൊന്നിനെ ഉയർത്തിക്കൊണ്ട് ചെയ്യും. എന്നിട്ട് റിലാക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൈകൾ കമിഴ്ന്ന് തന്നെ കിടക്കുകയാണ്. കൈകൾ ശരീരത്തിന്റെ ചേർത്ത് ഈ മുഷ്ടി ഒന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ ഈ നാഭിയുടെ ഉള്ളിലേക്ക് കാലുകളുടെ തുടയുടെ വശങ്ങളിലേക്കൊന്ന് മലർത്തി ഇതുപോലെ വെച്ചു കൊടുക്കുക. 2 കൈകളും ഇതേപോലെ നമ്മുടെ കൈകളൊന്ന് മലർത്തി മുഷ്ടി ചുരുട്ടി വെച്ചു കൊടുക്കുക. താടി തറയിൽ കുത്തിയതിനു ശേഷം ഒരു കാല് പതുക്കെ ഉയർത്തുന്നു. നമ്മുടെ ഏനൽ പോർഷൻ സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. 5 10 പ്രാവശ്യം ചെയ്തതിനു ശേഷം പതുക്കെ വലതുകാല് താഴെ വയ്ക്കുക. അടുത്തത് അതുപോലെ തന്നെ ഇടതുകാല് ഉയർത്തുക, സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. മലദ്വാരം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. കാലുകൾ പതുക്കെ വയ്ക്കുക. ഇതിനുശേഷം 2 കാലുകളും ഉയർത്താൻ പറ്റുന്നവർ മാത്രം വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ 2 കാലുകളും ഉയർത്തിയിട്ട് സ്ക്യൂസ് ചെയ്യുക, മലദ്വാരം സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. 5 10 പ്രാവശ്യം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് ഇതുപോലെ ചെയ്യുക. റിലാക്സ് ചെയ്തതിനു ശേഷം പതുക്കെ എഴുന്നേറ്റ് നിൽക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൈകൾ കൂപ്പിക്കൊണ്ട് നമ്മുടെ ഈ മുട്ടുകൾ കൈകളുടെ ഇരുവശങ്ങളിലേക്കൊന്ന് തള്ളി കൊടുക്കുക. നമ്മൾ മലാസന എന്ന് പറയും. നമ്മുടെ നട്ടെല്ല് നിവർന്ന് തന്നെ നിൽക്കട്ടെ. കണ്ണുകൾ നേരെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കാം. എന്നിട്ട്
സാധാരണ ശ്വാസഗതിയിൽ നിങ്ങൾക്കൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ ഇരിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ, നട്ടെല്ല് നിവർന്നിക്കണം. കൈകൾ നമ്മുടെ ഇട്ടുകൊണ്ട് കാലുകളുടെ തുടകളെ നന്നായിട്ട് അകത്തി തന്നെ വെക്കണം. നമ്മുടെ ഹിപ്പ് പോർഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏജൽ പോർഷനിലൊക്കെ നന്നായിട്ട് വികാസം വരുന്ന രീതിയിൽ കാലുമുട്ടുകൾ നന്നായിട്ട് അങ്ങനെ വലിച്ചു വെച്ചു കൊടുക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് 15 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കാം. ഈ സമയത്ത് തന്നെ ഈ പോർഷന് നമ്മുടെ മലദ്വാരം മൂലഭാഗം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്ത് വിടുകയും നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. നമ്മുടെ ഹിപ്പ് പോർഷന് കൂടുതൽ എക്സ്പാൻഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ എത്ര സെക്കൻഡ് ആണോ നിൽക്കുന്നത്, 15 സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡും ഏനൽ പോർഷൻ സ്ക്യൂസ് ചെയ്യുകയും അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. 30 സെക്കൻഡ് ആണെങ്കിൽ അത്രയും സമയം നിങ്ങൾ ഇതേ ആക്ഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ താഴെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഴാത്ത രീതിയിൽ നമുക്ക് ബാലൻസ് കിട്ടുന്ന രീതിയിൽ ഈ കാലുകളുടെ തുടകളെ ഇങ്ങനെ വലിച്ച് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറേ നേരം നിൽക്കുക, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് വിട്ടു കൊടുക്കുക, പിന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, വിടുക, എക്സ്പാൻഡ് ചെയ്യുക. കൈകൾ എവിടെ വെക്കുമ്പോഴാണോ നിങ്ങൾക്ക് ബോഡി ബാലൻസ് കിട്ടുന്നത്, കഴിയുന്നതും നട്ടെല്ല് നിവർന്ന് നിൽക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കൈകൾ ഇവിടെ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വയ്ക്കുക. കാലുകളിൽ പ്രസ് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം. കൈകൾ മുന്നിലേക്ക് തള്ളിയിട്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ കൈകളുടെ മുട്ടുകൊണ്ട് ഈ മസിലുകൾ ഒന്നിങ്ങനെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മുടെ ഏനൽ പോർഷൻ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും, അതായത് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം, പുറത്തേക്ക് വിടുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇരുന്നുകൊണ്ട് കാലുകൾ രണ്ടും നന്നായിട്ട് ചേർത്ത് പിടിക്കുക. കാലുകളുടെ ഈ പാദങ്ങൾ രണ്ടും നന്നായി പ്രസ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഉള്ളിലേക്ക്, നാഭിയുടെ ഉള്ളിലേക്ക് എത്ര ചേർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ചേർത്ത് വെച്ച് കൊടുക്കുക. ഈ കാലുകളുടെ തുടകൾ നന്നായിട്ട് ഈ രണ്ട് വശത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചിത്രശലഭാസനം എന്ന് പറയും, ബട്ടർഫ്ലൈ പോസ്. നന്നായിട്ട് തന്നെ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശരീരം നട്ടെല്ല് നന്നായിട്ട് വലിഞ്ഞു തന്നെ നിൽക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ഈ ആക്ഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ബട്ടക്സ് വശം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ മൂലഭാഗം ശ്രദ്ധിച്ചുകൊണ്ട് കഴിയുന്നതും ഒന്നിങ്ങനെ അയച്ചു കൊടുക്കാനും പുറത്തേക്ക് വിടാനും ഉള്ളിലേക്ക് വലിക്കാനും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാലുകൾ തന്നെ ചേർന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഈ കാലുകളുടെ തുടകൾ നന്നായിട്ട് തറയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും വയ്ക്കുക. കൈകൾ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ എത്ര നേരം ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടോ അത്രയും സമയം നമ്മുടെ ഏനൽ പോർഷന് ഉള്ളിലേക്കും പുറത്തേക്കും, ഉള്ളിൽ വലിക്കുക, പുറത്തേക്ക് വിടുക. നമ്മളിപ്പോൾ ഏത് യോഗ വ്യായാമം ചെയ്യുമ്പോഴും മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ്, ഫിസ്റ്റുല പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ ഏനൽ പോർഷൻ എപ്പോഴും അല്ലെങ്കിൽ മൂലഭാഗം എപ്പോഴും ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക. അവിടെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ആ ഭാഗങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോഴും നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. 5ഓ 10ഓ പ്രാവശ്യം നമ്മൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ ഈ പൈൽസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുക. നമ്മളതിന് ശേഷം കാലുകളൊന്ന് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുന്നിലേക്ക്, നട്ടലിൻ്റെ വശം മുന്നിലേക്ക് അങ്ങനെ തള്ളി വെക്കുക. നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ കാലിൻ്റെ തുടകളൊന്ന് തറയിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ഇന്നർ പോർഷനിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ശ്വാസഗതി വിട്ടുകൊണ്ട് ഇന്നർ പോർഷനുള്ളിലേക്ക് വലിക്കുകയും പുറത്ത് വിടുകയും ചെയ്യുക. നട്ടലിൽ നിന്ന് മുന്നിലേക്ക് ആഞ്ഞു വേണം. കണ്ണുകൾ അടച്ചിട്ടോ തുറന്നിട്ടോ നിൽക്കാം. നമ്മുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നതിനാണ് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത്. നമ്മൾ ഏത് വ്യായാമം ചെയ്യുമ്പോഴും കണ്ണുകൾ അടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് നമ്മൾ പൈൽസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഈ മൂലഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ അവിടേക്ക് കൊടുക്കാൻ കഴിയും. അതിനുശേഷം റിലാക്സ് ചെയ്തുകൊണ്ട് കാലുകൾ സാധാരണ സുഖാസനയിലേക്ക് ഇരിക്കുന്നു. കൈകൾ നന്നായിട്ട് അയച്ചു കൊടുക്കുന്നു. നട്ടെല്ല് നിവർന്ന് കാലുകളുടെ തുടയിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ കാലുകളുടെ തുടയിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് സാധാരണ ശ്വാസഗതിയിൽ നമ്മുടെ ഏനൽ പോർഷനിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. അതിനനുസരിച്ച് തന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് തന്നെ ചെയ്യാം. ഇതൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ നമുക്ക്
ഇതൊരു റിലാക്സേഷൻ കൂടിയാണ്. നമ്മൾ കൂടുതൽ ഇത്രയും നേരം വ്യായാമം ചെയ്തതിൽ നിന്നൊക്കെ ചെറിയൊരു റിലാക്സേഷൻ കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂലഭാഗത്തിലേക്ക് ചെറിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സ്ക്വീസ് ചെയ്യുകയും അതുപോലെ റിലാക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പൈൽസ് പറഞ്ഞ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് എപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറുടെ അഡ്വൈസ് കൊണ്ട് തന്നെ ചെയ്യാം. വീട്ടിൽ നമുക്ക് ഏത് പ്രായം എന്നല്ല, പൈൽസ് ഉള്ളവർക്ക് ആർക്കും വീട്ടിൽ നിന്ന് സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. ഏത് പ്രായം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ളവരിലും പൈൽസ് രോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് പാരമ്പര്യമായിട്ടും അല്ലാതെയും പിന്നെ ചൂട് ഗൾഫ് രാജ്യങ്ങളിലുള്ളവരിലൊക്കെ നോർമലായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവർക്കും കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മരുന്നുകളും മറ്റ് മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന യോഗ വ്യായാമങ്ങൾ കൊണ്ട് തന്നെ ഈ പൈൽസ് പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കും. അതുപോലെ അവരുടെ ശോധന പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ കൂടുതൽ കുറച്ചുകൂടി നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ ശരിയാവാതെയും വയറ് മലബന്ധം ഉണ്ടാവാതൊക്കെ നിൽക്കാവുന്ന ഭക്ഷണങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഫൈബർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ സാധാരണ ദഹനത്തിനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണോ അത് തിരഞ്ഞെടുത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊരു ശീലമാക്കുക. രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളിത് ഒരല്പസമയം ചെയ്ത് പരിശീലിക്കുക. അതൊരു ശീലം തന്നെ ആക്കുക. കാരണം പൈൽസ് കൂടുതൽ പ്രശ്നമാകുമ്പോൾ ഒക്കെ നമ്മൾ അത് ട്രീറ്റ്മെന്റിലേക്കും കുറച്ചും കൂടി ഗുരുതര പ്രശ്നങ്ങൾ, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലേക്ക് എത്താതെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ കൊണ്ട് അത് ഭേദപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുക. പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു നോക്കുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ ഉപകാരപ്രദമാവുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.